ഇനി നമ്മൾ പോകുന്നത് സമീർ ബിൻ കരീമിലേക്കാണ്. അവിടെ ഒരു സെലിബ്രിറ്റി വോട്ടർ ആ ബൂത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് സമീറിനോട് തന്നെ ചോദിക്കാം. സമീർ, വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏക സെലിബ്രിറ്റി വോട്ടർ നിലമ്പൂർ ആയിഷ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. 7 മണിക്കാണ് എത്തുക എന്ന് അറിയിച്ചിരുന്നെങ്കിലും 6:50 തന്നെ അവർ ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുക്കട്ട GMLP സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന 193 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്യാനായി നിലമ്പൂർ ആയിഷ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ളതാണ് നിലമ്പൂർ ആയിഷയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ PV അൻവറിന് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്ന നിലമ്പൂർ ആയിഷ പക്ഷേ ഇത്തവണ അൻവറിനൊപ്പമല്ല, മറിച്ച് സ്വരാജിനൊപ്പമാണ് എന്നുള്ളത് പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് അവർ ഇപ്പോൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ചയാണ് ഈ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. നിരവധിയായിട്ടുള്ള ആളുകൾ നിലമ്പൂർ ആയിഷയ്ക്ക് പുറമെ ഈ ബൂത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂർ ആയിഷയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവറിനൊപ്പമാണ് നിലമ്പൂർ ആയിഷ എന്നുള്ള തരത്തിലൊക്കെ തന്നെ അൻവർ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് അവർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ എം സ്വരാജിന് അല്ലെങ്കിൽ അൻവറിന് തന്റെ പിന്തുണ ഇല്ല എന്ന് വ്യക്തമാക്കി എം സ്വരാജിന് വേണ്ടി അത് അവർ സംസാരിക്കുകയും തുറന്നു പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിലെ വിപ്ലവകാരി എന്നൊക്കെ നമുക്ക് നിലമ്പൂർ ആയിഷയെ വിശേഷിപ്പിക്കാം. അവർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന ആളുകൾ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ പോകുന്ന ആളുകൾ, അങ്ങനെ അത്തരം ആളുകളാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വോട്ട് രേഖപ്പെടുത്തി പിന്നീട് അവരുടെ കാര്യങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയധികം ആളുകൾ തുടക്ക സമയത്ത് തന്നെ ബൂത്തുകളിൽ സജീവമായി എത്തിയിരിക്കുന്നത്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരിയ മഴ മാത്രമാണ് നിലവിൽ ഈ മുക്കട്ട ഭാഗത്തൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരമാവധി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇവിടെ കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തങ്ങളുടെ വോട്ടർമാരെയൊക്കെ തന്നെ അതിവേഗത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സജീവമായ പ്രവർത്തനം കൂടി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നടത്തുന്നുമുണ്ട്. ഉന്മേഷ്.